ഓക്കെ, ഞാൻ ഇന്നൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഒരു മെഴുക്ക് പുരട്ടിയാണ്, വഴുതനങ്ങ മെഴുക്ക് പുരട്ടി. നല്ല പച്ച വഴുതനങ്ങ വാങ്ങിക്കുക. വിനാഗിരിക്കകത്ത് 1 മണിക്കൂർ വിനാഗിരിയും വെള്ളവും കൂടെ ചേർത്തിട്ട് 1 മണിക്കൂർ അതിനകത്ത് സോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ അതിനകത്തുള്ള അഴുക്കും എന്തെങ്കിലും കെമിക്കലൊക്കെ ഉണ്ടെങ്കിൽ പോവും. എന്നിട്ട് നല്ലതായിട്ട് കഴുകി 2-3 വെള്ളത്തിൽ വാഷ് ചെയ്തതിന് ശേഷം നമുക്കത് നെറ്റിലകത്തിട്ട് വെള്ളം ഇല്ലാതെ നമുക്ക് കൊണ്ടുവന്ന് ഇതുപോലെ വെള്ളമില്ലാതെ എടുക്കണം. എന്നിട്ട് നമുക്കിത് ഈ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അല്ലാതെ നമ്മൾ മെഴുക്ക് പുരട്ടുമ്പോൾ ഉള്ളിയൊക്കെ ഇടും. ഇതിന് ഉള്ളിയുടെ ആവശ്യമേ ഇല്ല. വെറുതെ വഴുതനങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് വയ്ക്കുക. വേണമെങ്കിൽ 2 പച്ചമുളക് നമുക്കിതിനകത്ത് ആഡ് ചെയ്യാം. അല്ലാതെ ഇതിനകത്ത് ഒന്നിൻ്റെയുമേ ആവശ്യമില്ല. ഉള്ളി വേണ്ട, തേങ്ങ വേണ്ട, തേങ്ങക്കൊത്ത് വേണ്ട, ഒന്നും വേണ്ട. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വഴുതനങ്ങ മെഴുക്ക് പുരട്ടി. ഇനി നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. പാൻ അടപ്പ് വയ്ക്കാം. പാൻ നല്ല ചൂടാകുമ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ നല്ലത്. ഇതിനകത്ത് വേറെ പാം ഓയിലോ ഒരു ഓയിലും ഇതിനകത്ത് മിക്സ് ചെയ്യേണ്ട. വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ഉള്ളിയോ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നുമേ ഇടുന്നില്ല. അതുകൊണ്ട് നല്ല വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കാം. വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടാകുമ്പോൾ ഇതിനകത്തോടെ കറിവേപ്പിലയുണ്ട്, വഴുതനങ്ങ, 2 പച്ചമുളക് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അല്ലാതെ ഉള്ളിയോ വേറെ ഒന്നുമേ ഇല്ല. വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടാകുമ്പോൾ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് പാകത്തിന് ഇടാവും, ഒരുപാട് ഇടാൻ പാടില്ല. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇളക്കിയിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കുരുമുളക് നല്ലതായിട്ട് ഇടണം. ഇത് മാത്രമേ നമ്മളിതിനകത്ത് ആഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് കുരുമുളക് ഒരു 2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുക. ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് ചെറിയ ഫ്ലെയിമിൽ നമുക്കിതൊരു അടപ്പ് വെച്ച് അടച്ച് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ലതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നുവെച്ചാൽ ഈ കുരുമുളക് ഈ വഴുതനങ്ങയെല്ലാം നല്ലതായിട്ട് പിടിക്കാൻ വേണ്ടി നമുക്ക് നല്ലതായിട്ട് ഇളക്കിയിട്ട് വീണ്ടും നമുക്ക് 2 മിനിറ്റ് വീണ്ടും സ്റ്റീം ചെയ്യാം. ഇതേപോലെ വഴുതനങ്ങ നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റും. ഇത് നല്ല പച്ച വഴുതനങ്ങ വാങ്ങിച്ച് കഴുകി കട്ട് ചെയ്ത് നമ്മൾ മെഴുക്ക് വരുന്ന കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് വെള്ളം തൊടാതെ നമ്മൾ പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് നമ്മൾ ഈ വഴുതനങ്ങയും ഉപ്പും കുരുമുളകും മാത്രം ഇട്ടാൽ മതി. വേറെ ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഇതല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇത് ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലതായിട്ട് മൊരിയണം. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഈ മെഴുക്ക് പുരട്ടി തയ്യാറാകും. ഇത് ചോറിനാനും ചപ്പാത്തിക്കും എല്ലാത്തിനും വളരെ നല്ലതാണ്.
മെഴുക്ക് വരട്ടി ആയി തുടങ്ങുന്നുണ്ട്. ഇനി നമുക്ക് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി അടപ്പ് വെച്ച് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ പാനി തുടർന്ന് നല്ലതായിട്ട് ഫ്രൈ ആയാൽ മാത്രം മതി. ഈ ചെറിയ ഫ്ലെയിമിൽ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തിടുക. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വഴുതനങ്ങ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരുപാട് അധികം ഇട്ട് ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനത്തെ ഇളക്കി കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോകും. നമ്മൾ വെള്ളം തളർത്തുകൊണ്ട് അതേപോലെ നമ്മളെങ്ങനെ കട്ട് ചെയ്ത് വെച്ചോ അതേപോലെ തന്നെ ഫ്രഷായിട്ട് കിടക്കും. കുരുമുളക് പൊടി സ്വല്പം കൂടുതലിട്ടോ, അല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നുമേ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. കുരുമുളക് പൊടി നല്ല ആട്ടിയ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ്, ചപ്പാത്തി കഴിക്കാനും എല്ലാം നല്ല ഒരു ഫ്രൈയാണ്, വഴുതനങ്ങ ഫ്രൈ. ഇനി നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ ഞാൻ പാത്രത്തിലോട്ട് പകർന്ന് വെച്ചിരിക്കുക. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ തയ്യാറായി. ഇത് ചോറ് കഴിക്കാനാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും എന്തിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൈയാണ്. ഇത് ചോറിൻ്റെ കൂടെ ആണെങ്കിലും എന്തിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് കഴിക്കാൻ സാധിക്കും. ഇതിനകത്ത് നമ്മുടെ കുരുമുളക് പൊടിയും നെയ്യോ വെളിച്ചെണ്ണയോ മാത്രമേ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ കറിവേപ്പിലയും 2 പച്ചമുളകിൻ്റെ ആവശ്യമില്ല എങ്കിൽ ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി ടേസ്റ്റ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും. ബൈ.